നമുക്ക് റിസൾട്ട് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ പോരാ എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിക്ക് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കണം. കൂടുതൽ നമ്മൾ അതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേറെ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകും. ഈ ഒരു കോഴ്സ് എടുത്തുല്ലോ എന്നുള്ളത് എൻജോയ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു കോളേജ് ലൈഫ് പോകുന്നത്. കൂടുതൽ വരുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഇതിൻ്റെ കണ്ടീഷൻ്റെ സിംറ്റം അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റില്ല. മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാം. ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന കുറേ കുട്ടികൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നഴ്സിങ്ങിനെ പഠിക്കുക, അപ്പോൾ ചെറിയൊരു സ്റ്റഡി ടിപ്പ് എന്നുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഇതെല്ലാവരും ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് എന്ന രീതിക്ക് നമ്മൾ ഈ ഒരു ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 99% നിങ്ങൾക്ക് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് അത്യാവശ്യം ജയിക്കാനുള്ള മാർക്കെങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ നഴ്സിംഗിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം കേട്ടോ. കാരണം ഇവിടെ നമുക്ക് വലിയ മാർക്ക് വാങ്ങണം എന്നുള്ള അതും വാങ്ങാട്ടോ, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷകളെല്ലാം ഒന്ന് പാസ്സാവണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടണം. സപ്ലി എക്സാമിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടി പഠിക്കാനുള്ള ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അത് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ഇയറിലേക്ക് പോകാം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സാധാരണ +1 +2 നിന്ന് വരുമ്പം നല്ല ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു നഴ്സിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ നമുക്ക് മീഡിയം ലെവലിൽ പഠിച്ചാലും നമുക്ക് കുറച്ച് ഈസി ആയിട്ടൊക്കെ തോന്നുള്ളൂ. ഈസിയാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും അത്യാവശ്യം ഒരു ബെറ്റർമെൻറ്റ് തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഒരു ഓറിയൻറ്റേഷനൊക്കെ പോലെയായിരിക്കും നമുക്ക് ക്ലാസ്സസ് എടുക്കുന്നത്. ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം യൂണിറ്റുകളൊക്കെ കവർ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട വരും. കാരണം നമുക്ക് ഡെയിലി നമുക്ക് ചിലപ്പം ടീച്ചേഴ്സ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പറയണം. എന്നാൽ മാത്രമാണ് അവർ അടുത്തതിലേക്ക് പോകുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് തുടങ്ങുമ്പോഴേക്കുള്ളൊരു പ്രശ്നം വരുന്നത്. പിന്നെ ആ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. അത് നമ്മുടെ സാധാരണ ടെസ്റ്റ് പേപ്പർ പോലെയൊന്നും അല്ല. നമുക്ക് നല്ല ഡിഫിക്കൽട്ടാണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതൊരു ചാപ്റ്റർ അല്ല, യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ആ യൂണിറ്റിൽ തന്നെ നല്ല രീതിക്ക് ടോപ്പിക്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് കൂടിയാണ്. നമുക്കറിയില്ല എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു മോഡലിലൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ ഫുള്ള് നമ്മുടെ തന്ന നോട്ട് ഫുള്ളും കാണാപ്പാടം പഠിക്കും. പിന്നെ ടെക്സ്റ്റ് നമ്മൾ പഠിക്കും, എന്നാലും നമ്മൾ നോട്ടിലായിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സ് ക്ലാസ് തരുന്ന നോട്ടിലായിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. അതുകൂടാതെ നമ്മൾ അങ്ങനെ റെഫറൊന്നും ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് അപ്പം അറിയില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പം നല്ല രീതിക്ക് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മൾ 12.5 മാർക്കാണ് നമുക്ക് 25-ലെ യൂണിറ്റ് ടെസ്റ്റിന് പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മാർക്ക് കിട്ടിയാലാണ് നമുക്ക് ആ ഒരു ഇൻറ്റേർണൽ മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ തന്നെ നമുക്കതൊന്നും പെട്ടെന്ന് തലയിലേക്ക് പോകില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചാലും നമുക്ക് കിട്ടാതെയൊക്കെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ തോന്നും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അപ്പോഴാണ് വരുന്നത്. നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് നല്ലപോലെ തോന്നുന്ന ആ ഒരു ടൈമായിരിക്കും ആ ഫസ്റ്റ് ഇയറിലുള്ള ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസിനെ ആ ഒരു ഡിപ്പെൻഡഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒരു ഡിഫിക്കൽറ്റി മാറ്റും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നോട്ട്സ് തരും. അത് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാം. നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് എല്ലാ ടെക്സ്റ്റ് ബുക്കും മേടിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ലൈബ്രറിയിലൊക്കെ പോയിട്ട് നമുക്ക് അത്യാവശ്യം ലൈബ്രറി ഹവേഴ്സൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഇൻ്റർവെൽ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് നോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുക. നോട്ടൊക്കെ ഉണ്ടാക്കാൻ നല്ലപോലെ അറിയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ക്ലാസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നോട്ട് വാങ്ങിയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാവർക്കും അങ്ങനെ ആ ഒരു കഴിവുണ്ടാവണമെന്നില്ലല്ലോ. നോട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ ഒരു ഇത് കണ്ടിട്ട് അങ്ങനെ എഴുതാറില്ലല്ലോ.
ഏറ്റവും മെയിൻ പോയിന്റ്സ് നോക്കിയിട്ട് അത് എഴുതി അത് നല്ല രീതിക്ക് വൃത്തിക്ക് നല്ലപോലെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിക്ക് ആക്കണം. അതാണ് നമ്മുടെ കുഹാസിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിലും അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം നല്ലൊരു പേപ്പർ പ്രസൻറ്റേഷൻ ആണെങ്കിൽ അവർ നല്ല മാർക്ക് നമുക്കവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ നല്ല പിക്ചേഴ്സൊക്കെ വരച്ച് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അറിയാം. അതാകുമ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിലേക്ക് അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആ ഒരു പിക്ചേഴ്സ് നമ്മൾ അവിടെയും വരയ്ക്കാൻ നമ്മൾ ശ്രമിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് മാനേജ്മെൻറ്റിലാണ് നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഫസ്റ്റ് ഇയറിൽ തോന്നുക. കാരണം നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു സബ്ജക്റ്റാണ് ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം ബാക്കി അനാട്ടമി, ഫിസിയോളജി, അതുപോലെ തന്നെ ബയോ കെമിസ്ട്രി അതൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മൾ എവിടേക്കോ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നതിൽ. എല്ലാം അറിയുന്നതല്ല, എന്നാലും കുറച്ചൊക്കെ നമുക്ക് അറിയാം എന്താണ് സംഭവം എന്നൊക്കെ. പക്ഷേ ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കുറേ വരുന്നത് നഴ്സിംഗിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അത് പെട്ടെന്ന് നമുക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ എല്ലാ നഴ്സിംഗ് പ്രൊസീജിയേഴ്സിൻ്റെയും ഒരു ഓവറോൾ ആയിട്ട് നമ്മൾ നഴ്സസ് എന്താണ് മാനേജ് ചെയ്യുക, ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്കും എന്തിന് മാനേജ്മെൻ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ കൂടുതലും മാനേജ്മെൻറ്റുകളൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണെങ്കിലും നമ്മുടെ ഫിസിയോളജിക്കാണെങ്കിലും നമ്മുടെ അനാട്ടമിക്കാണെങ്കിലും എല്ലാത്തിനും നമ്മൾ മാനേജ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക. അതാണ് കൂടുതലും മാർക്കുകൾ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു പാറ്റേണിൽ കൂടുതൽ മാർക്കുകൾ വരുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്താണ്. അവിടെയാണ് നമുക്ക് 7 മാർക്കിനൊക്കെ മാനേജ്മെൻറ്റ്, 5 മാർക്കിന് മാനേജ്മെൻറ്റ് ഒക്കെ ചോദിക്കുന്നത്. എസ് എ ക്വസ്റ്റ്യനിലൊക്കെ കൂടുതലും ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തായിരിക്കും കൂടുതലായിട്ടുള്ള ആ ഒരു മാർക്ക് വരുന്നത്. അപ്പം അങ്ങനെ മാനേജ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് അത് നമ്മൾ കൂടുതൽ നേഴ്സ് എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് മാനേജ് ചെയ്യാനായിട്ട് നേഴ്സിൻ്റെ റോള്, ആ നേഴ്സിൻ്റെ റോളും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ അത്യാവശ്യം നല്ലപോലെ പഠിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ നമുക്ക് അങ്ങനത്തെ ഉള്ളതിനൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിക്ചേഴ്സ്, അനാട്ടമിയിലൊക്കെ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന പിക്ചേഴ്സ് കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഫിസിയോളജിയിലാണെങ്കിലും അങ്ങനെയാണ്. ഫിസിയോളജി പക്ഷേ പിക്ചേഴ്സ് അങ്ങനെ നമ്മൾ വരയ്ക്കാൻ നമുക്കില്ല. പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം വരയ്ക്കാനുള്ളിടത്തൊക്കെ നമുക്ക് വരയ്ക്കാം. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ അതല്ലാതെ നമ്മുടെ കണ്ടൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ ആ ഒരു കുഹാസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. അത് നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലേക്ക് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടും കുഹാസിൻ്റെ സൈറ്റിൽ. അപ്പോൾ അവിടെ പോയി നമ്മൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എങ്ങനത്തെ രീതിയിലാണ് വരുന്നത്, പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ അറിയാണ്. ഫസ്റ്റ് ഇയറിലേ നമ്മളത് അറിഞ്ഞാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഡിഫിക്കൽറ്റി മാറും. എന്നാണ് ഫുള്ളും മാറ്റാൻ പറ്റില്ല, കാരണം അത് നമ്മളിങ്ങനെ പഠിച്ച് വരണമല്ലോ. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഫസ്റ്റ് ഇയറിലൊക്കെ വരുമ്പോൾ. കാരണം നമ്മൾ +1 +2 പഠിച്ച രീതിയേ അല്ല ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ. അപ്പോൾ നമുക്കത് ഡിഫിക്കൽട്ട് ആക്കും. നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുകയാണ്. നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് എല്ലാ വർഷങ്ങളിലും അത്യാവശ്യം കണ്ടുവരുന്നത്. പക്ഷേ എപ്പോഴും നമുക്കത് പ്രതീക്ഷിക്കാനും പറ്റില്ല. കൂടുതൽ ചേഞ്ചസ് വരുന്നുണ്ട് ഈ ഒരു ടൈമിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്നാലും നോക്കി വയ്ക്കുക. ഈ ഒരു യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫസ്റ്റ് ഇയർ മുതലേ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കത് എന്ത് ചെയ്യാം, നമുക്കതിനേക്കും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കേട്ടോ ഒരു കാര്യം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുമ്പോൾ നോട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിലൊക്കെ നമുക്കത് ഈസി ആയിട്ട് വരും. അപ്പോൾ നോട്ട് ഉള്ള കുട്ടികൾ, ഉണ്ടാക്കുന്ന കുട്ടികളുടെ നമുക്ക് മേടിച്ചിട്ട് നമുക്കതും റെഫർ ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ നല്ല ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നഴ്സിംഗ് മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും നഴ്സിംഗിൽ. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ മെയിൻ. കാരണം ഈ നഴ്സസ് എന്ന് പറയുമ്പം അവരുടെ റോളാണല്ലോ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പം നമ്മുടെ ടീച്ചേഴ്സ് കൂടുതൽ ആ ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ കൂടുതൽ നമ്മൾ അതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ലപോലെ ഹൈലൈറ്റ് ചെയ്യാം പോയിന്റ്സ് ഒക്കെ. അപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് എഴുതുകയാണ്, അതിൽ ഒരു മെയിൻ പോയിന്റ്സുകൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഹൈലൈറ്റ് ചെയ്ത് എഴുതാം. എന്ന് പറയുമ്പം നമ്മുടെ കളർ പെൻസ് വെച്ചൊന്നുമല്ല നമ്മൾ എക്സാമിന് എഴുതുന്നത്, അത് നമ്മൾ നമ്മുടെ വരച്ചൊക്കെ വയ്ക്കുകയാണ്. ആ ലൈൻ നമ്മൾ അണ്ടർലൈനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഇൻട്രസ്റ്റ് ആവും നമുക്ക് ആ ഒരു പേപ്പർ നോക്കാനായിട്ട്. മാഡംസിന് ഇൻട്രസ്റ്റ്, കാരണം അവർക്ക് ഈസിയാണ്, അവരെപ്പോഴും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാരഗ്രാഫ് മൊത്തം എഴുതി വെക്കുന്നേക്കാളും പോയിൻ്റായിട്ട് എഴുതാൻ നോക്കാം. പോയിൻ്റായിട്ട് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യാനും ശ്രമിക്കുക. അല്ലാതെ പാരഗ്രാഫ് ഒഴിച്ച് നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോയിന്റുകളായിട്ട് എഴുതാം. അല്ലാതെ ഒരിക്കലും നമ്മളൊരു പാരഗ്രാഫ് പോലെ ഒരിക്കലും എഴുതരുത്. കാരണം ടീച്ചേഴ്സിന് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നോക്കാൻ. അവരപ്പോൾ ആ ഒരു ഡിഫിക്കൽറ്റി കൊണ്ട് അവരുടെ ആ ഒരു മൂഡേ പോകും. അപ്പോൾ നമുക്ക് മാർക്ക് ഇടാൻ ആ ഒരു കുറവൊക്കെ വരും, അവരുടെ ആ ഒരു ഇതിൽ കുറവൊക്കെ വരും. അപ്പോൾ പല ടീച്ചേഴ്സാണ് നമ്മുടെ ഓരോരുത്തരുടെ പേപ്പർ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ മാർക്കിൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ലക്കാണ് ഈ കുഹാസ് എക്സാം എന്ന് പറയുമ്പോൾ, യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുമ്പോൾ ലക്കാണ്. കാരണം ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഇവാലുവേഷനൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ
ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ അത് അവർ അത്യാവശ്യം ഈസി ആയിട്ടൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് പോയിന്റുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും അവരുടെ ചെക്കിങ് വരുന്നത്. അപ്പം നമുക്ക് മാർക്ക് പോകാനും ചാൻസ് ഉണ്ട് ഇതേപോലെയുള്ള രീതിക്കൊക്കെ ആണെങ്കിൽ. അപ്പം പിക്ചേഴ്സ്, അതുപോലെ തന്നെ പോയിന്റ്സ്, അതുപോലെ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ നോക്കി വയ്ക്കുക. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഓവറോൾ ആയിട്ട് നമ്മൾ ഈ ഒരു നഴ്സിംഗിൻ്റെ എക്സാമിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് പോകാം. സെക്കൻഡ് ഇയർ വരുമ്പോൾ നമുക്ക് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ടോപ്പിക്കായിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് കുറേ കണ്ടീഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഡെഫിനിഷൻ, അതിൻ്റെ ഡെഫിനിഷൻസ് ഉണ്ടാകും. അത് ഈസി ആയിട്ടുള്ള ഡെഫിനിഷൻസ് നിങ്ങൾ നോക്കുക. കാരണം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് എഴുതുമ്പോൾ അത് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ഡെഫിനിഷൻ എഴുതുമ്പോൾ നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണെങ്കിലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഈസി ആയിട്ടുള്ള ഡെഫിനിഷൻസ് നോക്കി പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നോക്കുക. പല രീതിക്ക് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഓൺലൈനിലൊന്നും നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിലൂടെയാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിക്കുള്ള ആ ഒരു റിസോഴ്സസ് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊന്നും നമുക്ക് അത്ര ആ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല. കാരണം ഞങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇത് ഞാൻ പറയാൻ കേട്ടോ. കാരണം മാഡംസിന് അറിയാം ഇത് ഓൺലൈനിലാണ് ഈ ഒരു സംഭവം കിട്ടിയേക്കുന്നതെന്നൊക്കെ. നമ്മൾ കെയർ പ്ലാനിലൊക്കെ ഈ നഴ്സിംഗ് ഡയഗ്നോസ് ഒക്കെ എഴുതി കൊണ്ടുപോകുമ്പോൾ ഇത് ഓൺലൈനിലല്ലേ, ഇത് പൊട്ടത്തെറ്റാട്ടോ എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കുറേ നഴ്സിംഗ് ഡയഗ്നോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു മെഡിക്കൽ സർജിക്കൽ ആ ഒരു ഇതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ നഴ്സിംഗ് ഡയഗ്നോസിസുകൾ എഴുതാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു കണ്ടീഷനാണ് നമുക്ക് ഈ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അതിലൊക്കെ നമുക്ക് കണ്ടീഷനാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി, അതിലൊക്കെ നമുക്ക് എന്താ ഒരു കണ്ടീഷനല്ല, കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓരോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക്, അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ പലതും നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും. കാരണം ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം പല കാര്യങ്ങൾ പല ടെക്സ്റ്റ് ബുക്കുകളിലാണ് ഉള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഒക്കെ പഠിക്കണം. എന്നാലാണ് നമുക്ക് അതൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മെഡിക്കൽ സബ്ജക്റ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഡെഫിനിഷൻ, അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ കോഴ്സസ്, അതുപോലെ തന്നെ അതിൻ്റെ സിംറ്റംസ്, അതുപോലെ അതിൻ്റെ മാനേജ്മെൻറ്റ്, കോംപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഈ മാനേജ്മെൻറ്റിൽ തന്നെ നമുക്ക് മെഡിക്കൽ സർജിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനെ പറ്റി നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പോയിന്റ്സുകളും നമ്മൾ നോട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ഒരു കണ്ടീഷൻ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണം. എന്നാൽ മാത്രമാണ് ഇപ്പോൾ ഒരു കണ്ടീഷൻ നമുക്ക് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എന്ത് എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന സിംറ്റം ആണെങ്കിൽ ആ സിംറ്റംസിനെ കുറിച്ച് ഭയങ്കര ബ്രീഫായിട്ടല്ല, നമ്മൾ ഭയങ്കര എലാബറേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുക. ലിസ്റ്റ് ഡൗൺ ദ സിംറ്റംസ് ഓഫ് ദിസ് കണ്ടീഷൻ, ആ ഒരു ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതിന് 4 മാർക്കാണ്. അപ്പോൾ നമുക്ക് ആ ഇതിൻ്റെ കണ്ടീഷൻ്റെ സിംറ്റം അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറെ എന്ത് ചെയ്ത് വെച്ചിട്ടൊരു കാര്യമില്ല, അതിൻ്റെ കോഴ്സ് ചെയ്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നമുക്ക് അവിടെ സിംറ്റം അറിയണം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറേ ടൈം എടുത്തിട്ട് വേണം പഠിക്കാൻ. ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ടൈം എടുക്കും. നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്. ഉറക്കമൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് ജയിക്കണം, അതാണ് നമ്മുടെ പ്രശ്നം. പലരും നേരത്തെ പഠിച്ച് ഉറങ്ങുന്നവരുണ്ടാവും. പക്ഷെ അവരൊന്നും നമ്മൾ കണ്ടിട്ട് അയ്യോ എനിക്ക് ഇത് ഞാൻ നിർത്താം, ഇനി ഉറങ്ങാം, എല്ലാവരും ഉറങ്ങിയല്ലോ എന്നുള്ള ഒരു വിചാരമേ നമുക്ക് ഈ ഒരു നഴ്സിംഗിലേക്ക് വന്നാൽ പോകും. കാരണം നമ്മൾ ഹോസ്റ്റലിലായിരുന്നു ഫസ്റ്റ് ഒരു 4 ഇയർ നമ്മൾ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ഒരു ലാസ്റ്റ് കുറച്ച് ഒരു 6 മാസത്തേക്കാണ് നമ്മൾ പുറത്ത് പോയത്, ഒരു വീടൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആ ഫസ്റ്റ് 4 ഇയർ നമ്മൾ നിന്നതൊരു ഹോസ്റ്റലിലാണ്. അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മിക്സ്ഡ് ആയിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ പാരാമെഡിക്കൽ കോളേജിലെ പിള്ളേരുണ്ടായിരുന്നു. അവർക്കെന്ന് പറഞ്ഞാൽ എക്സാം ടൈം ആകുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ടും അവർ പഠിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ വരിക. അതുവരെ അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. അവർ നല്ല എൻജോയ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു കോളേജ് ലൈഫ് പോകുന്നത്. ഒരു ആർട്സ് കോളേജിൻ്റെ അത്രയും തന്നെ അവർ എൻജോയ് ചെയ്തിട്ടാണ് പഠിക്കുക. പക്ഷെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഈ ഒരു നഴ്സിംഗ് കോളേജ് വന്നത് ഭയങ്കര ഒരു അടിയായിട്ട് പോകും. കാരണം നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ്, അവർ ചെയ്യുന്നത് പോലെ ഒന്നും നമുക്ക് ഒരു കാര്യം കിട്ടില്ല. നമ്മളൊന്നും ചോദിച്ചാൽ പോലും നമുക്ക് പെർമിഷൻ കിട്ടില്ല, അങ്ങനെ ഇങ്ങനെ. പിന്നെ കോളേജിൽ മാത്രമല്ല ഹോസ്റ്റൽ വരെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ആയിരുന്നു കേട്ടോ. കാരണം അവരുടെ കോഴ്സല്ല നമ്മൾ പഠിക്കുന്നത്,
പഠിക്കുന്നത്. നമുക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഡിസിപ്ലിനറായി ആ ഒരു റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകും, ഈ ഒരു കോഴ്സ് എടുത്തുല്ലോ എന്നുള്ളതൊക്കെ. പക്ഷെ അതൊന്നും ഒരു കാര്യമല്ല. നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഇവരിപ്പോൾ പഠിക്കാനുള്ള ഒരു ടൈമൊന്നുമില്ല. ഇവർ കോളേജ് വന്ന് ഭയങ്കര ജോലിയായിട്ടൊക്കെ ഒരു റൂമിലൊക്കെ ഇരുന്ന് ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു. നമ്മൾ ഈ ഒരു ബഹളമൊക്കെ കഴിഞ്ഞാൽ അവർ കുറേ അവരുടെ കറക്റ്റ് ടൈം ഒരു 9-10 മണിയാകുമ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ഒക്കെ ഉണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് റൂമിൽ ലൈറ്റ് ഇടാൻ പാടില്ല. പുറത്ത് നമ്മൾ വരാന്തയിലൊക്കെ ലൈറ്റ് ഉണ്ടാകും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പഠിക്കണം. അത്രയും കഷ്ടപ്പാടാണ്. അപ്പോൾ റൂമിലിരിക്കുമ്പോൾ നമുക്ക് അറിയണ്ടല്ലോ പുറത്ത് എന്താ നടക്കണേന്ന് നമുക്ക് അറിയണ്ട. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും റൂമേറ്റ്സ് കിടന്നുറങ്ങി. നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളെന്നും പുറത്തായിരിക്കും. അവരെന്നും നോട്ട് എഴുതുക, കേസ് സ്റ്റഡി ഇതൊക്കെ കുത്തിയിരുന്ന് എഴുതരി 4:30-5:30 മണിക്കൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറൊക്കെ കിടന്നുറങ്ങിയിട്ടുള്ളത്. സെക്കൻഡ് ഇയറും മോശമൊന്നുമല്ല, സെക്കൻഡ് ഇയറും നല്ല രീതിയിൽ കഷ്ടപ്പാടാണ്. കാരണം മെഡിക്കൽ സബ്ജക്റ്റിലൊക്കെ നമുക്ക് വരുമ്പം നമ്മുടെ കിളി മാറും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു തേർഡ് ഇയർ ഒക്കെയാണ് നമുക്ക് പിന്നെ റിലാക്സേഷൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. കാരണം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഭയങ്കര ടഫ് ആകുമ്പോൾ നമുക്ക് ഒരു ഇയറെങ്കിലും നമുക്ക് കുറച്ച് റിലാക്സേഷൻ വേണമല്ലോ. പിന്നെ ഫോർത്ത് ഇയർ നമുക്ക് അതിന് ടൈമേ ഇല്ല. നമ്മൾ ഇത്രയും നാൾ വന്ന ഒരു ഇതൊന്നുമല്ല. നമുക്ക് കുറേ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം, അത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റിയേ ചിന്തിക്കില്ല. നമുക്ക് എക്സാം വരുമ്പോൾ നമ്മൾ പഠിക്കും, എഴുതും, ആ ഒരു ഇതൊക്കെയാണ്. പക്ഷേ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആണ് നമ്മൾ കൂടുതലും ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നത്. കാരണം എല്ലാത്തിൻ്റെ ഒരു ഇതാണല്ലോ, സ്റ്റെപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് രാത്രിക്ക് ഇരുന്ന് പഠിക്കുക. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മളിത് പഠിക്കുക. ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ രാവിലെ എണീച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ രാത്രി ഇത്രയും കവർ ചെയ്ത് കിടന്നിട്ട് രാവിലെ എണീച്ചിട്ട് പഠിക്കുക ആ ഒരു ഭാഗം. അല്ല, രാത്രി തന്നെ എല്ലാം തീർത്ത് രാവിലെയും കൂടി കവർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കൂടുതൽ നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. കാരണം നല്ലപോലെ നിങ്ങൾക്ക് അത് തലയിലേക്ക് കയറുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ഇയറിലൊക്കെ കുറേ ഒഴുപ്പിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം യൂണിറ്റ് ഒന്ന് പകുതിയും കവർ ചെയ്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തോ ലക്ക് കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ജയിച്ചൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെയും നമുക്ക് പറയാം കേട്ടോ. പിന്നെ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി, അതറിയാം ഇത്രയും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമുക്ക് എന്തായാലും ജയിക്കും, നമ്മളെന്തായാലും ജയിക്കും നമുക്കറിയാമല്ലോ. പക്ഷെ എന്നാൽ പോലും ഫസ്റ്റ് ഇയറിൽ നമുക്ക് ആ ഒരു ഇതല്ല വരുന്നത്. നമുക്ക് റിസൾട്ട് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ പോരാ എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിനേക്ക് വരത്താതെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അതാണ് നമുക്ക് കൂടുതൽ ടൈം എടുക്കുക. കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എത്രമാത്രം പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ ഒരു കണ്ടീഷൻ നിങ്ങൾ തറവോട്ടെ. നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിക്ക് ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെ 6.5 മാർക്ക് വാങ്ങുന്ന രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് അതിലൊരു 4.5 മാർക്കെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. ഇപ്പം 4.5 മാർക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ 2.5 മാർക്ക് 1.5 മാർക്കിലേക്കൊക്കെ അത് ചുരുങ്ങാം. അപ്പോൾ അതൊക്കെ ഓരോ ടീച്ചേഴ്സിൻ്റെ കറക്ഷൻസ് വെച്ചിട്ടായിരിക്കും വരിക. അപ്പം കുറേ പേര് പല കാര്യങ്ങളിലും നമുക്ക് അതിൽ നോട്ട് ചെയ്ത് അവർ കറക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടൻറ്റ് നല്ലപോലെ ക്ലിയർ ആക്കി തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ്. അപ്പം പിന്നെ ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ നമുക്കത് കൂളായിട്ട് തന്നെ പോകും. നിങ്ങളതിനെ തന്നെ മാനേജ് ചെയ്യും. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫസ്റ്റ് ഇയർ ആണ് നമുക്കൊരു ട്രബിൾ ഉണ്ടാവുക. എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ട്രബിൾ, എങ്ങനെയാണ് നമ്മൾ പഠിക്കുക, ഞാൻ എങ്ങനെ പഠിച്ചാൽ കിട്ടും, അങ്ങനെയൊക്കെ കാണാപ്പാഠം പഠിക്കണോ, അതേപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കി പഠിക്കണോ, അതൊക്കെ പലരുടെയും അവരുടെ സ്റ്റഡി ടിപ്പാണ്. അത് നമുക്കിപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞാലും ഇപ്പോൾ അത് നിങ്ങളുടെ രീതിക്കായിരിക്കും. അപ്പോൾ ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ടൈം എടുക്കുക, കൂടുതൽ ടൈം അതിൽ സ്പെൻഡ് ചെയ്യുക, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള മാനേജ്മെൻറ്റുകൾ, പിന്നെ ഡയഗ്രാം, പിന്നെ അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ പോയിന്റ് വൈസ് എഴുതുന്നത്, ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. അത് നോട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്നതോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിലേക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഈ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വരുന്നവർക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി എക്സാം വന്നപ്പോൾ ഈസി ആയിരിക്കും. അവർക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എഴുതാൻ, കാരണം ആ നോട്ട് വെച്ചിട്ട് അവർക്ക് അത് ഓർത്ത് എഴുതാനുള്ളൊരു ഇതുണ്ടാകും. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽ വൈസ് നല്ല തറവായിരിക്കണം കേട്ടോ. അത് എന്താ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പ്രാക്ടിക്കൽ ഭയങ്കര ഒഴുപ്പി നടന്നിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നത് തിയറിയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെയാണ് നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു തേർഡ് ഇയറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മെഡിക്കൽ സർജിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴാണ് ഞങ്ങളുടെ ഫുള്ള് കാര്യങ്ങൾ പോയത്. കാരണം നമ്മുടെ കാഷ്വാലിറ്റിയിൽ വച്ചിട്ടുള്ള ഒരു അൽഗോരിതം ഉണ്ട്.
അത് വച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയണം എന്നുള്ളത് അപ്പോഴാണ് ഈ നഴ്സിംഗിൽ കൂടുതൽ വരുന്നത് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ആൻസേഴ്സാണ് അതിൽ കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ തിയറി മാത്രം കാണാപ്പാടം പഠിച്ച് ഇത്രയും നാൾ എഴുതിയ പോലെ നമ്മൾ എഴുതിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഈ നഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഈ കാര്യം വന്നപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് അറ്റൻഡ് ചെയ്യുകയാണ് ഒരു കേസുള്ള, ആ പേഷ്യൻറ്റിന് ആ നഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നമുക്ക് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ പോയിൻറ്റ്സ് ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം കാണാപ്പാടം പഠിക്കാതെ പ്രാക്ടിക്കൽ വൈസുള്ള നോളജ് നമ്മൾ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു സംശയമില്ല. ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നഴ്സിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു നഴ്സ് ആ ഒരു കാര്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പാടാത്തൊരു നഴ്സ് എന്തിനാണ് പിന്നെ? അതാണല്ലോ ആ ആൻസർ എഴുതുമ്പോൾ, ആ ഒരു ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ മാഡം ചിന്തിക്കുക. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനുള്ള വീഡിയോസ് അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ഓവറോൾ ആയിട്ടുള്ളൊരു ചുരുക്കിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇത് ചുരുക്കിയല്ല പറഞ്ഞത്, എന്നാലും ഞാൻ കുറച്ചൊക്കെ പോയിന്റ്സ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.